ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സഹപാഠിയായ പെൺകുട്ടിയോട് തോന്നിയ ദേഷ്യം ഒടുവിൽ കൊട്ടേഷൻ കൊടുക്കുന്നതിലെത്തി. 9ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് 7ൽ പഠിക്കുന്ന വിദ്യാർത്ഥി കരാർ നൽകിയത്. കൊട്ടേഷൻ തുകയായ 100 രൂപ വിദ്യാർത്ഥി നൽകുകയും ചെയ്തു. പൂനെയിലെ ദൗണ്ട് പ്രദേശത്താണ് സംഭവം നടന്നത്. സ്കൂൾ പ്രോഗ്രസ് കാർഡിൽ രക്ഷിതാവിന് പകരം താൻ തന്നെ ഒപ്പിട്ടത് അധ്യാപകരെ അറിയിച്ചതാണ് വിദ്യാർത്ഥിയെ പ്രകോപിതനാക്കിയത്. സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിവരമറിഞ്ഞിട്ടും ചെറുവിരലനക്കാതിരുന്ന ഹെഡ് മാസ്റ്റർക്കും 2 അധ്യാപകർക്കുമെതിരെ പോലീസ് നടപടിയെടുത്തിട്ടുമുണ്ട്. സ്കൂൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും അവരുടെ ആവർത്തിച്ചുള്ള പരാതികൾ അവഗണിച്ചെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. കുറ്റാരോപിതനായ വിദ്യാർത്ഥിയെ വെറുതെ ശകാരിക്കുകയും മോചിപ്പിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. റിപ്പോർട്ടുകൾ പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 പ്രകാരവും ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 3(5) പ്രകാരവും ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഡൗൺ പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ പവാറും ഹെഡ് മാസ്റ്ററും 2 അധ്യാപകരും ഇക്കാര്യം അറിഞ്ഞിട്ടും മറച്ചുവെക്കാൻ ശ്രമിച്ചു. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. കുട്ടികൾ ചെറിയ പ്രായമാണെങ്കിലും ഇത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണെന്നാണ് പോലീസും അറിയിക്കുന്നത്. ചെറിയ കാര്യത്തിന് പോലും കുട്ടികൾ അക്രമാസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥിക്ക് 100 രൂപ നൽകി പെൺകുട്ടിയെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയത്. വിഷയം സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടും അവർ മൗനം പാലിച്ചുവെന്നാണ് പ്രധാന പരാതി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.